ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചില്ലു ബെല്ലു ഹില്ലുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ CH പ്രതിഭ ക്വിസിന്റെ ആദ്യ ഭാഗവുമായാണ് എത്തിയിരിക്കുന്നത്. ഈ വീഡിയോയും ഇനി വരാൻ പോകുന്ന വീഡിയോസും കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായും CH പ്രതിഭ ക്വിസിൽ വിജയിക്കാം. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ഉത്തരം ഇടപ്പള്ളി. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് ആര്? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. ഏത് മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിനാണ് 2022 ഫിസിക്സ് നോബൽ സമ്മാനം ലഭ്യമായത്? ഉത്തരം ക്വാണ്ടം മെക്കാനിക്സ്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി ആര്? ഉത്തരം മിന്നു മണി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടുള്ളതാണ്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. കേരള നിയമസഭയിൽ ആദ്യമായി വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി ആര്? ഉത്തരം C. അച്യുതമേനോൻ. 1975 അടിയന്തരാവസ്ഥ കാലത്തെ കേരള മുഖ്യമന്ത്രി ആര്? ഉത്തരം C. അച്യുതമേനോൻ. 1975 അടിയന്തരാവസ്ഥ കാലത്തെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ആര്? ഉത്തരം K. കരുണാകരൻ. 2 തവണ ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തി ആര്? ഉത്തരം CH മുഹമ്മദ് കോയ. ജ്ഞാനപീഠം നേടിയ ആദ്യത്തെ വനിത ആര്? ഉത്തരം ആശാപൂർണ ദേവി. പ്രാഥമിക വർണ്ണങ്ങൾ ഏതെല്ലാം? ഉത്തരം പച്ച, നീല, ചുവപ്പ്. മനുഷ്യന്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? ഉത്തരം 37 ഡിഗ്രി സെൽഷ്യസ്. കേരളത്തിന്റെ തനത് നൃത്തരൂപം ഏത്? ഉത്തരം മോഹിനിയാട്ടം. ബഷീർ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഉത്തരം ജൂലൈ 5. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ഏത്? ഉത്തരം 1920. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? ഉത്തരം തൃശൂർ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏത്? ഉത്തരം കണ്ണൂർ. ഇന്ത്യയുടെ പെലെ എന്നറിയപ്പെടുന്ന കായിക താരം ആര്? ഉത്തരം IM വിജയൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏത്? ഉത്തരം ലങ്സ് അഥവാ ശ്വാസകോശം. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത്? ഉത്തരം സ്റ്റേപ്പിസ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ഉത്തരം ആമസോൺ മഴക്കാടുകൾ. ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ്? ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏത്? ഉത്തരം ശുക്രൻ അഥവാ വീനസ്. നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ആയ ആസിഡ് ഏത്? ഉത്തരം അസ്കോർബിക് ആസിഡ്. ദേശീയ ബഹിരാകാശ ദിനം എന്ന്? ഉത്തരം ഓഗസ്റ്റ് 23. അടുത്തടുത്ത 2 അഭാജ്യ സംഖ്യകളുടെ തുകയുടെ പകുതി 30 ആണെങ്കിൽ ഇതിലെ ആദ്യ അഭാജ്യ സംഖ്യ ഏത്? ഉത്തരം 29. ഏത് ലോകസഭാ മണ്ഡലത്തിൽ നിന്നാണ്
CH മുഹമ്മദ് കോയ ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം മഞ്ചേരി. ആരുടെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഡോക്ടർ S രാധാകൃഷ്ണൻ. 500 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചരിത്ര സ്മാരകം ഏത്? ഉത്തരം ചെങ്കോട്ട. ലക്ഷദ്വീപിലെ മാതൃഭാഷ ഏത്? ഉത്തരം മലയാളം. ഫലസ്തീനിലെ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ഭീകരതയെക്കുറിച്ച് ട്വിറ്ററിലൂടെ ലോകത്തെ അറിയിച്ച പെൺകുട്ടി ആര്? ഉത്തരം ഫറ ബക്കർ. MLA, MP, സ്പീക്കർ, മന്ത്രി, ഉപമുഖ്യമന്ത്രി, മുഖ്യമന്ത്രി എന്നീ സ്ഥാനങ്ങൾ എല്ലാം വഹിച്ച ഏക കേരളീയൻ ആര്? ഉത്തരം CH മുഹമ്മദ് കോയ. 2028 ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏത്? ഉത്തരം ലോസ് ആഞ്ചലസ്. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആര്? ഉത്തരം ഫാത്തിമ ബീവി. കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മന്ത്രിസഭകളിൽ വിദ്യാഭ്യാസ മന്ത്രിയായ വ്യക്തി ആര്? ഉത്തരം CH മുഹമ്മദ് കോയ. ആടുജീവിതം എന്ന നോവൽ രചിച്ച സാഹിത്യകാരൻ ആര്? ഉത്തരം ബെന്യാമിൻ. കൈറ്റ് സ്ഥാപിച്ച വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് എന്ത്? ഉത്തരം ET മുഹമ്മദ് ബഷീർ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏത്? ഉത്തരം കുന്തിപ്പുഴ. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. പാർലമെന്റിൽ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആര്? ഉത്തരം ലോകസഭാ സ്പീക്കർ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആര്? ഉത്തരം രാജാറാം മോഹൻ റോയ്. 1924 നടന്ന വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം TK മാധവൻ. കേരള സിംഹം എന്നറിയപ്പെട്ട രാജാവ് ആര്? ഉത്തരം പഴശ്ശിരാജ. ഈയടുത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായ ഷിരൂർ ഏത് സംസ്ഥാനത്താണ്? ഉത്തരം കർണാടക. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഉത്തരം ഇടുക്കി. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത സ്പോർട്സ് താരങ്ങൾ ഒരു നദിയിലൂടെ സഞ്ചരിച്ചാണ് കായികവേദിയിൽ എത്തിയത്. പാരീസ് നഗരത്തിലൂടെ ഒഴുകുന്ന ഈ നദിയുടെ പേര് എന്ത്? ഉത്തരം സെൻ നദി. കലണ്ടറിൽ വ്യത്യസ്ത തരത്തിലുള്ള വർഷങ്ങളും അവയിലെ മാസങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ക്രിസ്തുവർഷം 2025, ഹിജ്റ വർഷം 1447 എങ്കിൽ കൊല്ലവർഷം എത്രയാണ്? ഉത്തരം 1201. ഒരു പ്രശസ്ത സാഹിത്യകാരന്റെ 9 കഥകളുടെ ചലച്ചിത്ര ആവിഷ്കാരമാണ് മനോരഥങ്ങൾ. ആരാണ് ആ സാഹിത്യകാരൻ? ഉത്തരം MT വാസുദേവൻ നായർ. അപ്പൊ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ബോണസ് ചോദ്യമാണ്. ചോദ്യം ഇതാണ്: 2028 ഒളിമ്പിക്സിന് വേദിയാകുന്ന ലോസ് ആഞ്ചലസ് നഗരം ഏത് രാജ്യത്താണ്? ഉത്തരം എത്രയും പെട്ടെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വിജയികളുടെ പേര് അടുത്ത വീഡിയോയിൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യമാണ്. ചോദ്യം ഇതാണ്: കിം ജോങ് ഉൻ ഏത് രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്? ഉത്തരം ഉത്തര കൊറിയ അഥവാ നോർത്ത് കൊറിയ. ഏറ്റവും ആദ്യം ശരിയുത്തരം അയച്ചിരിക്കുന്നത് വേദവ് കൃഷ്ണയാണ്. രണ്ടാമതായി കേമൽ P എന്ന അക്കൗണ്ട്. ശരിയുത്തരം അയച്ച എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ.